വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അരണക്കൽ പ്രദേശത്ത് ഭീതി വിതച്ച കടുവ ചത്തു. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടി പെരിയാർ കടുവ സങ്കേതത്തിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു കടുവ ചത്തതായി അറിയാൻ കഴിയുന്നത്. വിവരങ്ങളുമായി കുമളിയിൽ നിന്നും ജെറിൻ പടിഞ്ഞാറക്കര ചേരുന്നു. ജെറിൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? വണ്ടിപ്പെരിയാർ ഗ്രാമ്പി അതോടൊപ്പം തന്നെ അരണക്കൽ മേഖലയിലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ കടുവ ചത്തു എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെ വെളുപ്പിന് 2:30 തന്നെ ഈ അരണക്കൽ പ്രദേശത്തിലെ ലയങ്ങളുടെ സമീപത്ത് ഈ കടുവ എത്തിയിരുന്നു. കടുവ എത്തി ഒരു പശു അതോടൊപ്പം തന്നെ മറ്റു നായക്കുട്ടികളെ പിടികൂടുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. വീടിന്റെ മുറ്റത്തുകൂടി ഈ കടുവ പോകുന്നൊരു ദൃശ്യങ്ങളാണ് ഇന്ന് വന്നത്. അതിനുശേഷം രാവിലെ തന്നെ വനപാലകർ സ്ഥലത്തെത്തി ഈ കടുവയെ ഡ്രോൺ ഉപയോഗിച്ചൊക്കെ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. നിരീക്ഷണത്തിൽ ഈ കടുവ തൊട്ടടുത്ത് ഈ ലയങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ചെറിയ കാട്ടിൽ കിടക്കുന്നതായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ആ കടുവ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു കാട് നടക്കായിരുന്നുകൊണ്ട് തന്നെ ആ സമയത്ത് മൈക്കോടി വെക്കാൻ സാധിച്ചിരുന്നില്ല. കടുവ എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതനുസരിച്ച് മൈക്കോടി വെക്കാനുള്ള ദൗത്യമായിട്ടാണ് സംഘം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം 11 തന്നെ കടുവ നിലവിൽ കിടന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മീറ്റർ അകലേക്ക് മാറിയ സമയത്താണ് ഈ കടുവയെ മൈക്കോടി വെച്ചത്. തുടർന്ന് ആകാശത്തേക്ക് ഒരു ഉയരത്തിന് ശേഷം കടുവ പൂർണ്ണമായി മയങ്ങി എന്നുള്ള മനസ്സിലാക്കി ഈ കടുവ അടുത്തേക്ക് സംഘം എത്തിയപ്പോൾ കടുവ അവരുടെ ദേഹത്തേക്ക് ചാടുന്നൊരു അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചാടുന്നൊരു ഇതുമുണ്ടായിരുന്നു. തുടർന്ന് ഇൻസ്പെക്ടർ കടുവയെ കയറ്റി വാഹനത്തിലെത്തിച്ച് റോഡ് മാർഗമാണ് പെരിയാർ കടുവ സംഘത്തിലെത്തിച്ചത്. കടുവയുടെ കാലിന് പരിക്കേറ്റിരുന്ന 2 ദിവസം മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആവശ്യമായ ചികിത്സകൾ നടത്തിയ ശേഷം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചാകും ബാക്കി നടപടികൾ സ്വീകരിക്കുക എന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ ഏകദേശം ഒരു 12:50 കടുവ ചത്തു എന്ന് പറഞ്ഞ ഒരു വിവരം നമുക്ക് പുറത്തേക്ക് വരുന്നത്. നിലവിൽ മറ്റ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് കടുവ ചത്തത് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച ശേഷമാകും ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക.